അല്ല, വി ഡി സതീശൻ സർക്കാരിൻ്റെ താല്പര്യം എന്താണ് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അതായത് ഒരു ഗവൺമെൻറ് വരുന്നു, ഒരു ടീമിനെ ഇങ്ങനെ കുറ്റാരോപിതരം ആയിട്ടുള്ള അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ ഒരു പക്ഷേ നാളെ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി നിയമിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്താ കാരണം പറയാം, ഞങ്ങളുടെ DCC മെമ്പറാണ് എന്നാണ്. ഇതാണ് ഒരു ഭാഗത്ത്. നോക്കൂ നിങ്ങൾ, ഒരു കോൺഗ്രസ്സുകാരനായ അച്ഛൻ്റെ രാജേന്ദ്രൻ്റെ മകൻ ധീരജ്, മിടുക്കനായ എൻജിനീയറിംഗ് വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെടുക. ആ ക്യാമ്പസിൽ പഠിക്കാത്ത, ആ ക്യാമ്പസുമായി ബന്ധമില്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ പുറത്തുനിന്ന് വന്ന് കുത്തി കൊലപ്പെടുത്തുക. ആ കേസിലെ മുഖ്യപ്രതി യൂത്ത് കോൺഗ്രസ്സുകാരൻ നിഖിൽ പൈലി. ആദ്യം ഇവർ യൂത്ത് കോൺഗ്രസിൽ പ്രൊമോഷൻ കൊടുത്തു, ഇപ്പോൾ DCCയിൽ പ്രൊമോഷൻ കൊടുക്കുക. നാളെ ഇവരെന്ത് ചെയ്യും? ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഇരുത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഇതാണ് ഇവരുടെ ഒരു താല്പര്യവും ഇവരുടെ ഒരു രീതിയും എല്ലാം. ഒരു ഭാഗത്ത് ഇവരെന്താ പറയുന്നത്, ഞങ്ങൾ സമാധാനവാദികളാണ്. ഇപ്പുറത്ത് നോക്കൂ നിങ്ങൾ, ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാനിച്ച് നടത്തിയ ഇടപെടലിനെ വലിയ രീതിയിൽ കൊട്ടിയാഘോഷിച്ച് വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തുക. എന്തൊക്കെ രീതിയിലാണ് പ്രചരണം നടത്തുന്നത്? മറുവശത്ത് നോക്കൂ, ഒരു നിരപരാധിയായ മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരാളെ പിടിച്ച് DCC മെമ്പറാക്കുക. എന്താ ഇവർക്ക് പറയാനുള്ളത്? ഇന്ന് ആ കൊലപാതകി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താ പോസ്റ്റ് ഇട്ടിട്ട്? മുൻ KPCC പ്രസിഡന്റിനും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനുമൊക്കെ നന്ദി അറിയിച്ചുകൊണ്ടാണ്. ഇത് ഈ കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം ജനങ്ങളെ കാണിക്കുന്നതിന് ഉള്ള ഒരു അവസരം കൂടി തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇദ്ദേഹത്തെ നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുത്താനും ഇവർ മടി കാണിക്കില്ല. ഇപ്പോൾ ഇവരുടെ ഗൺമാന്മാരുടെ ലിസ്റ്റിനും നമ്മൾ കണ്ടു. എന്താണ്? RSSകാരുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായവരെ ഒക്കെ കുത്തി നിറച്ചുകൊണ്ടാണ് ഇവരുടെ ഗൺമാന്മാരുടെ പട്ടിക വരുന്നത്. വരട്ടെ, നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, DYFI എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഇത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പരമാവധി പറയും, ജനങ്ങളെ ബോധ്യപ്പെടുത്തും. സമാധാനത്തിൻ്റെ കുപ്പായം അണിഞ്ഞ് നടക്കുന്നവരായി കോൺഗ്രസ്സുകാർ. അതാണ് പുറത്ത് പറയുക, ഞങ്ങൾ വലിയ സമാധാനവാദികളാണ്, സമാധാന പ്രിയരാണ് എന്ന് പറയുക. എന്നിട്ട് ഈ പറയുന്ന തരത്തിൽ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുക. ഈ കൊലപാതകം നടന്ന സമയത്ത് KPCC പ്രസിഡന്റ് പറഞ്ഞിരുന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മയിലുണ്ടാവും. എന്താണ്? എൻ്റെ കുട്ടികൾ അല്ലേ, എൻ്റെ കുട്ടികൾ. ധീരജോ ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം. അങ്ങനെ ഒരു മടിയുമില്ലാതെ രക്തസാക്ഷികളെ അപമാനിച്ച് കൊലപാതകികളെ പിന്തുണക്കുന്ന നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.